സജ്ജനങ്ങളെ, നവരാത്രി ദിനം 4-ാം നാൾ കൂഷ്മാണ്ഡ ദേവിയെയാണ് ആരാധിക്കേണ്ടത്. തൻ്റെ ദിവ്യമായ പുഞ്ചിരിയിലൂടെ ഈ ബ്രഹ്മാണ്ടം മുഴുവൻ സൃഷ്ടിച്ച ദേവിയാണ് കൂഷ്മാണ്ഡ ദേവി. പേരിൽ തന്നെയുണ്ട് സൃഷ്ടിയുടേതായ അണ്ടത്തിൻ്റെ സൂചന. ശൈലപുത്രിയും ബ്രഹ്മചാരിണിയും ചന്ദ്രകണ്ഠയും ഇച്ഛാശക്തിയുടെ ദേവതകളായിരുന്നു. ആദിപരാശക്തിയുടെ ഭാവങ്ങൾ 4-ാം നാൾ മുതൽ ക്രിയാശക്തിയിലേക്ക് കടക്കുകയാണ്. സ്വയം പ്രചോദിക്കപ്പെട്ട് വ്യക്തമായ തീരുമാനങ്ങളിലൂടെ കഠിന പ്രയത്നം ചെയ്ത് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത ദേവീഭാവം ഇനി ഉദ്ദേശിച്ച സൃഷ്ടിയിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് കൂഷ്മാണ്ഡ ദേവിയുടെ കഥയൊന്ന് കേട്ടാലോ. ഒരു കൽപ്പത്തിൻ്റെ അവസാനത്തിൽ നിന്നും അടുത്ത കൽപ്പം സൃഷ്ടിച്ചെടുക്കുന്നതാണ് കൂഷ്മാണ്ഡയാണത്രേ. ജദുകാസുരനെയും കൂട്ടരെയും ചന്ദ്രകണ്ഠ വധിച്ച ശേഷമാണ് ഈ കഥാഭാഗം. അസുരശ്രേഷ്ഠനായ സുകേശന്റെ മക്കളായ മാലിയും സുമാലിയും ശിവനെ പ്രീതിപ്പെടുത്തി ശക്തരാവാൻ തപസ് തുടങ്ങി. കഠിന തപസ്സിൻ്റെ ഫലത്താൽ ഇവരുടെ ശരീരത്തിൻ്റെ ശോഭ വർദ്ധിച്ചു വന്ന് വെട്ടിത്തിളങ്ങുവാൻ തുടങ്ങി. തന്നെ പോലെ തിളങ്ങുന്നവർ ആരാണെന്നറിയുവാൻ സൂര്യൻ ഉള്ളിൽ ആഗ്രഹമുദിച്ചു. കൗതുകമടുക്കുവാൻ പറ്റാതെ ഒരു നാൾ സൂര്യൻ സൗരയുധത്തിലെ തൻ്റെ നിത്യമായ സ്ഥാനം വിട്ട് മാലിക്കും സുമാലിക്കും അടുത്തെത്തി. പ്രഭ തൂകുന്ന തപസ്സികളോട് ഇഷ്ടം തോന്നിയ സൂര്യൻ അവരോടടുത്തതും അവർ സൂര്യൻ്റെ ചൂടിനാൽ ഭസ്മമായി പോയി. സഞ്ചാരമാർഗം മാർഗി സഞ്ചരിച്ചതിലും തൻ്റെ ഭക്തരെ അകാരണമായി വധിച്ചതിലും കോപം പൂണ്ട ശിവൻ സൂര്യനെ തൃശൂലത്താൽ വധിച്ചു. പ്രപഞ്ചം ഇരുട്ടിലായി. ഗുരുത്വാകർഷണ സംവിധാനങ്ങളെല്ലാം താറുമാറായി. ആർക്കുമൊന്നും ചെയ്യാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ സകലരും പാർവതി ദേവിയെ ശരണം പ്രാപിച്ചു. പാർവതി ദേവി അഥവാ ആദിപരാശക്തി സൂര്യൻ്റെ യഥാർത്ഥ സ്ഥാനത്ത് ചെന്ന് നിന്ന് അവിടേക്ക് നോക്കിയൊന്ന് പുഞ്ചിരിച്ചതും പുതിയ സൂര്യൻ സൃഷ്ടിക്കപ്പെട്ടു. നിത്യം പ്രപഞ്ചത്തിന് ചൂടും വെളിച്ചവും ഒട്ടും കുറയാതെ നൽകുവാൻ തൻ്റെ ചൈതന്യം സൂര്യമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദേവി. അതായത് സൂര്യമണ്ഡലത്തിലാണ് ഈ ദേവി കുടികൊള്ളുന്നത്. അനാഹത ചക്രം അഥവാ ഹൃദയചക്രത്തിലാണ് നമ്മുടെ ശരീരത്തിൽ കൂഷ്മാണ്ഡ ദേവി കുടികൊള്ളുന്നത്. ആദിയിൽ അന്ധകാരം മാത്രമാണ് ഉണ്ടായിരുന്നിടത്ത് തൻ്റെ ഒരു പുഞ്ചിരിയാൽ ഈ സർവ്വപ്രപഞ്ചവും ദേവി സൃഷ്ടിച്ചു എന്നാണ് മറ്റൊരു കഥ. പ്രപഞ്ചത്തിൽ ജീവനും ചലനങ്ങളും ആരംഭിക്കുവാൻ പരാശക്തിയെടുത്ത രൂപമാണിത്. അതായത് ഒരു കൽപ്പത്തിൻ്റെ ആരംഭം. അന്ധകാരത്തിൽ വീണ തൻ്റെ പുഞ്ചിരിയുടെ പ്രകാശത്തിൽ നിന്നും പ്രപഞ്ചം സൃഷ്ടിച്ച ശേഷം പിന്നീട് അതിശക്തരായ ദേവതകളെ ദേവി സൃഷ്ടിച്ചതായി പറയുന്നു. അതായത് മഹാകാളിയെയും മഹാലക്ഷ്മിയെയും മഹാസരസ്വതിയെയും. ആദിപരാശക്തിയുടെ ഭാവമായ കൂഷ്മാണ്ഡ ദേവി തൻ്റെ ഇടത് കണ്ണിൽ നിന്നും കറുത്ത നിറവും 10 മുഖവും 10 കൈകളും നിരവധി ആയുധങ്ങളുമായി ഉഗ്രരൂപിണിയായ മഹാകാളിയെ സൃഷ്ടിച്ചു. കൂഷ്മാണ്ഡയുടെ 3-ാം കണ്ണിൽ നിന്നും മറ്റൊരു ഉഗ്രരൂപം സൃഷ്ടിക്കപ്പെട്ടു. ഉരുകിയ ലാവയുടെ ജ്വലിക്കുന്ന നിറവുമായി മഹാലക്ഷ്മി. 18 കൈകളിൽ വ്യത്യസ്ത ആയുധങ്ങളുമായി ഒരു യോദ്ധാരൂപം. ദേവിയുടെ വലത് കണ്ണിൽ നിന്നും 8 കൈകളും നിറയെ ആഭരണങ്ങളും ശാന്തമായ പുഞ്ചിരിയും പാൽ നിറവുമായി ഒരു സൗമ്യരൂപം സൃഷ്ടിക്കപ്പെട്ടു. ഇതാണ് മഹാസരസ്വതി. ഈ 3 അതിശക്തരായ ദേവതകളിൽ നിന്നാണ് മറ്റു ദേവതകൾ സൃഷ്ടിക്കപ്പെടുന്നത്. മഹാകാളിയിൽ നിന്ന് ശിവനും സരസ്വതിയും ഉണ്ടായി. മഹാലക്ഷ്മിയിൽ നിന്ന് ബ്രഹ്മാവും ലക്ഷ്മിയും ഉണ്ടായി. മഹാസരസ്വതിയിൽ നിന്ന് വിഷ്ണുവും. ശിവൻ ശക്തിയെയും വിഷ്ണു ലക്ഷ്മിയെയും ബ്രഹ്മാവ് സരസ്വതിയെയും പങ്കാളികളാക്കി. തുടർന്ന് ഈ ദേവിമാരുടെ സഹായത്തോടെ ബ്രഹ്മാവ് സൃഷ്ടിയും വിഷ്ണു സ്ഥിതിയും ശിവൻ സംഹാരവും ഏറ്റെടുത്തു. അങ്ങനെ ഈ പ്രപഞ്ചം ഇപ്രകാരത്തിലുള്ളതായി. കൂഷ്മാണ്ഡ ദേവിയാണ് ഈ പ്രപഞ്ചത്തിലെ സർവ്വഗ്രഹങ്ങളെയും സൗരയുധങ്ങളെയും നിയന്ത്രിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. സിംഹവും കടുവയും വാഹനങ്ങളായി പറയപ്പെടുന്നു. 8 കൈകളാണ് ദേവിക്ക്. വില്ല്, അമ്പ്, ചക്രം, ഗദ തുടങ്ങിയ ആയുധങ്ങൾ കൂടാതെ കമണ്ഡലവും താമരപ്പൂവും ജപമാലയുമുണ്ട്. പ്രാർത്ഥിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധികളും നവനിധികളും നൽകുവാൻ കഴിയുന്ന ജപമാലയാണിത്. കൂടാതെ ഒരു കൈയിൽ അമൃത കുംഭവും പിടിച്ചിരിക്കുന്നു. ഹൃദയചക്രത്തിൽ വസിക്കുന്ന ദേവതയായതിനാൽ വിഷാദം, ഉത്കണ്ഠം, ഭയം എന്നിവ മാറാൻ കൂഷ്മാണ്ഡ ദേവിയെ പ്രാർത്ഥിച്ചാൽ മതി. ജാതകത്തിൽ ആദിത്യ ദോഷമുള്ളവരും ആശ്രയിക്കേണ്ടത് ഈ ഭാവത്തെയാണ്. പവിത്രമായ പഠനങ്ങൾ തുടങ്ങുവാൻ നേരം ആരാധിക്കേണ്ട ദേവതയാണ് കൂഷ്മാണ്ഡ ദേവി. ഹൈന്ദവ വിശ്വാസത്തിലെ ചെറിയ അറിവുകളുമായി എത്തുന്ന ഈ ചെറിയ ചാനലിനെ പിന്തുടരാൻ മറക്കില്ലല്ലോ.